ഈ പിണറായി വിജയൻ അവസാന വാക്ക് പറഞ്ഞൊരു സംവിധാനത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയുക? നാളെ ഇപ്പോൾ ഒരു പുതിയ ചാനൽ ഉണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചാൽ ഉണ്ടാവും ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. നാളെ എന്തുണ്ടാകും എന്നുള്ളത് ഇന്ന് നിർവചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവചനം നടത്തുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയുക ഏത് കാര്യത്തിലും ഏത് കാലഘട്ടത്തിലും പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ വേറെ ഒരു ചർച്ചയ്ക്കും ഇടയില്ല. LDF പിളരാനുള്ള സാധ്യതയുണ്ടോ? അത് തന്നെ ഉത്തരം. പ്രതിപക്ഷ നേതാവ് സംസാരിച്ച വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനി അതുമ്പോൾ വേറൊരു ചർച്ചയുടെ പ്രശ്നമില്ല. ബിനോയ് വിശ്വം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടി സെക്രട്ടറിയാണ് ആ കാര്യത്തിൽ അഭിപ്രായം പറയുക. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹവും അഭിപ്രായം രേഖപ്പെടുത്തി. അതിലൊരു വിട്ടുവീഴ്ചയുടെയും വേറെ പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഇനി മറ്റഭിപ്രായങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ആ വിധത്തിൽ അതങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പേരെഴുതി കൊടുത്താൽ സഭയിലുണ്ടാവുക താങ്കളാണ്, താങ്കളുടെ നേതൃത്വത്തിലുള്ള CPI അംഗങ്ങളാണ്. അപ്പോൾ ഒരു നിലപാട് എന്തായിരിക്കും എടുക്കുന്നത്? അല്ല, ഈ അദ്ദേഹം പറഞ്ഞ നിലപാടിനോടുള്ള CPIയുടെ അഭിപ്രായം ബിനോയ് വിശ്വം വ്യക്തമാക്കി കഴിഞ്ഞു. തുടർന്ന് നടപടികളുണ്ടായ കാര്യം ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറിയിക്കും. പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ ഓരോ പാർട്ടി അംഗങ്ങളും നേതാക്കന്മാരും പ്രത്യേകമായ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കൃത്യമായ നിലപാട് കാര്യത്തിൽ വിശദീകരിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CPM പറയുന്നത് മുൻകാലങ്ങളിൽ ഉപനേതാവും പ്രതിപക്ഷ നേതാവും അവർ തന്നെയായിരുന്നു എന്നുള്ളതാണ്. CPI പറയുന്നത് മുൻകാലങ്ങളിൽ CPIയുടെ കൈവശമുണ്ടായിരുന്ന നിരവധി വകുപ്പുകൾ ഒരു ചർച്ചയുമില്ലാതെ CPM പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ ഉപനേതാവ് വേണമെന്ന നിലപാട് സ്വീകരിക്കുന്നതിന് CPI പ്രേരിപ്പിക്കുന്ന ഘടകം? ചോദ്യോത്തരവും തന്നെ ഈ ചോദ്യത്തിലുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായ കാര്യത്തിൽ പ്രതികരിക്കും. നമ്മൾ ചോദിച്ച് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞതും വളരെ വ്യക്തമാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതികരണത്തിൽ അതിൻ്റെ കൃത്യതയുണ്ട്. ഇനി പ്രത്യേകിച്ച് ഓരോരുത്തരും അതിൽ പ്രത്യേകമായിട്ടുള്ള നിലപാട് പറയേണ്ടതില്ല. പാർട്ടിയുടെ നിലപാട് ഒറ്റ കാര്യത്തിലാണ്. പിന്നെ ജനയുഗത്തിൽ വളരെ രൂക്ഷമായ ഒരു വിമർശനം വന്നിട്ടുണ്ട്. അതിനെ മറ്റേ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം വളരെ ക്ലിയറാണ്. ഈ ഉപനേതാവ് ഇത്ര കാലം ആവശ്യമില്ലാത്തൊരു ഉപനേതാവ് സ്ഥാനം എന്തുകൊണ്ട് CPIക്ക് ഇപ്പോൾ ആവശ്യം? എൻ്റെ ഉത്തരവും വളരെ കൃത്യമാണ്. അതെന്തുകൊണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആവർത്തിച്ച് വിവിധ യോഗങ്ങളിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. CPIക്ക് അർഹതയില്ലാത്തൊരു പദവിയാണോ ഈ ഉപനേതാവ്? അല്ല, മാറി മാറി ചോദിച്ചാലും ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അർഹതയല്ലാത്ത ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ചോദിച്ചത് അർഹതപ്പെട്ടതായതുകൊണ്ട് അക്കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം രേഖപ്പെടുത്തി. അത് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തുടർ കാര്യങ്ങൾ എന്തുണ്ട് എന്ന് പാർട്ടി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ്. ഇന്ത്യയിലെ തന്നെ വേറൊരു സ്ഥലത്തും ഈ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവസാന വാക്കാണ്. ഈ പിണറായി വിജയൻ അവസാന വാക്ക് പറഞ്ഞൊരു സംവിധാനത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയുക? നാളെ ഇപ്പോൾ ഒരു പുതിയ ചാനൽ ഉണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചാൽ ഉണ്ടാവും ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. നാളെ എന്തുണ്ടാകും എന്നുള്ളത് ഇന്ന് നിർവചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവചനം നടത്തുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയുക ഏത് കാര്യത്തിലും ഏത് കാലഘട്ടത്തിലും പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ വേറെ ഒരു ചർച്ചയ്ക്കും ഇടയില്ല. LDF പിളരാനുള്ള സാധ്യതയുണ്ടോ? അത് തന്നെ ഉത്തരം.